ഷോ പാമ്പ് വിഴുങ്ങില്ലോ. ആ പിടി വലുതാവ് വലുതാ. പാമ്പ് വിഴുങ്ങി. ആ ഒന്നൂടെ. അച്ഛാ ഫോൺ അടിക്കുന്നത്. ചിറ്റപ്പ ഫോൺ അടിക്കുന്നില്ല, അത് എടുത്തൂടെ? ആ എടി അടിക്കിട്ട്. അത് അടിക്കൂല, അതൊന്ന് എടുന്ന്. അത് എടു. എനിക്കൊണ്ടൊന്നും നീ വേണമെന്ന് എടുക്കും. ഞാൻ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കാനെ. എടുക്ക് സംസാരിക്കും. എടാ പാമ്പ് വിഴുങ്ങുന്നടാ. ഹലോ ചേട്ടാ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. ആ നമസ്കാരം. ആരാ? എനിക്കോ? അയ്യോ അല്ല ഇത് അല്ല ഇത് ഞാൻ ഏതാ മാട്രിമോണിയിലെ ചേച്ചി എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോന്ന്. ഓഹോ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടാന്ന്. അവര് വേറെ ഒന്നും പറഞ്ഞില്ല. ഇത് കല്യാണം വേണോ വേണ്ടേന്ന് എനിക്ക്. അത് അല്ല ഇത് കല്യാണം കഴിച്ചാൽ ഇത് പഠിത്തം കഴിയണ്ടില്ലേ? അച്ഛനും അമ്മയും വഴക്കുറയില്ലേ? ഒറ്റ തന്നാടല്ലോ. അയ്യോ ചിറ്റപ്പ എനിക്ക് പേടിയൊന്ന്. സമയമില്ലെന്ന് പറ, സമയമില്ലെന്ന് പറ, സമയമില്ലെന്നോ നിനക്ക്? പിന്നെ എന്തിനു പറയാ? ഹലോ. ആ അത് എന്റെ കൊച്ചുമോനാ. ഒരു ഒരു കുരുത്തക്കെട്ട ഇറക്കണ. ആ കല്യാണം കല്യാണം എൻ്റെ നടുക്കത്തെ മോന് നോക്കുന്നുണ്ട്, സുബേഷിന്. ആ പുള്ളിക്ക് ബിസിനസ്സാണ്. ലണ്ടൻ മെനഞ്ഞാന്ന് വന്ന്. അത് ഒരു അംബാനിയുടെ മോൻ്റെ കല്യാണത്തിന് പോയിരുന്നായിരുന്നു, അനന്തൻ്റെ. ആ ഞങ്ങൾക്ക് ഫാമിലിപരമായിട്ട് അറിയാവുന്ന ഫാമിലി അവർ. ആ അല്ല നോക്കുന്നുണ്ടേ പറഞ്ഞോ. കെട്ടുന്ന പെണ്ണിൻ്റെ അല്ല അല്ല അച്ഛൻ്റെ ഈ പറഞ്ഞോ. കെട്ടുന്ന പെണ്ണിൻ്റെ ഭാഗ്യമായിരിക്കും സുബേഷ്. ആ ഈ നമ്പർ വാട്സാപ്പ് ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ മോൻ്റെ നമ്പർ തരാം. ആ അതിലോട്ട് ഈ നമ്പറിൽ എൻ്റെ മോൻ്റെ നമ്പറിൽ നിന്ന് അങ്ങോട്ട് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ പറയും. ആ ശരി 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 ഓക്കെ. എന്തു പറഞ്ഞു? കെട്ടടാ, നിനക്ക് എന്താ കല്യാണം കഴിച്ച് പോകുന്ന? വേണ്ട, വഴക്കുറയവര്. ആരും വഴക്കുറയും? അച്ഛനമ്മ അത് വീട്. ഇതെന്തിനാന്ന് പറ. അത് ഒരു പരിപാടി ഉണ്ട്. എന്തോന്ന് പറ. അത് പരിപാടി ഉണ്ട്. അല്ല ഈ അനന്തമ്പാനി ആരാ? അനന്തമ്പാനി അംബാനിയുടെ മോൻ. അയ്യോ അതെനിക്കറിയാം. ചിറ്റപ്പനും ബന്ധം എന്തുവാ? എടാ ഞങ്ങള് ചങ്സ് അല്ലേ ശരിക്കും? ആ ഇൻസ്റ്റ വഴി എപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അല്ലേ? ആ ഇനിയിപ്പോ എന്തിനാ നമ്മള്? ഒരു ചെറിയ പരിപാടി ഉണ്ട്. ചെറിയ പരിപാടി? നമ്പർ ഡിലീറ്റ് ചെയ്യട്ടെ. അയ്യോ അവർക്ക് തിരിച്ചു വിളിക്കണ്ടേ, നമുക്ക് നോക്കണ്ടേ അങ്ങോട്ട്? എടാ ആ നമ്പർ ഞാൻ അതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അല്ലല്ലോ അത് ശരിയല്ലോ. അല്ല ഇതിപ്പോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാ എടാ തെളിവാകത്തില്ല ഇതിനകത്ത്. ഓ അപ്പൂപ്പൻ കാണും. ഓ അതാണ് ഭയങ്കര ബുദ്ധി തന്നെ. തിരിച്ചു ഇങ്ങനെയാണ് അങ്ങനെ അല്ല ഇങ്ങനെ എഴുതി. പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഓ ഈ വാട്ടർ ലെമൺ ഇല്ലേ? ലെമൺ അല്ല കണ്ണാ, വാട്ടർ മെലൻ. വാട്ടർ മെലൻ പറ. വാട്ടർ ലെമൺ. വാട്ടർ മെലൻ കണ്ണാ. വാട്ടർ ലെമൺ. നീ തണ്ണിമത്തെന്ന് പറഞ്ഞാൽ മതി, പറ്റുമോ? ആ കണ്ണിമത്തൻ. നേരോട് കുരു ഇല്ലാത്തത് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ കേക്കുകയില്ല. നേരമില്ലാത്ത നേരത്ത് ഫോണിൽ ആരെങ്കിലും വിളിച്ചോ? നീ കേട്ടായിരുന്നോ? നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യ, ഈ കുരു ഇല്ലാത്ത വാട്ടർ മെലൻ നോക്കി മേടിച്ചോണ്ട് വരണമെന്ന്. നീ ആദ്യം ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന്റെ കുരു ഒന്നും മാറ്റിത്താ, ഞാൻ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയാം. പിന്നെ ഒരു കുരു. എടി എന്റെ ഫോണിൽ വിളിച്ച നീ ആരെങ്കിലും വിളിച്ച നീ കേട്ടോന്ന്? ഞാൻ കേട്ടായിരുന്നു. ഞാനും കേട്ടു. ഞാൻ കേട്ടില്ല. അതെന്താ നീ കേൾക്കാത്ത? പറമ്പില്ലെന്ന് ഞാൻ കേട്ടു. ഇവിടെ അടുക്കളയിൽ നിനക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നോ? നിങ്ങളുടെ ഫോൺ കോൾ വന്നത് ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? കേൾക്കത്തൂല്ല. പിന്നെ ഇത് ആര് വിളിച്ചത്? ഞാൻ നോക്കാം. ഞാൻ നോക്കാം. കഷ്ടം നോക്കണേ. നിങ്ങൾ എന്തിനാ കിടന്ന് വെപ്രാളപ്പെടുത്ത? മിസ് കോളിന്റെ സെക്ഷനിൽ പോയി നോക്ക്. നോക്കിയിട്ട് കാണുന്നില്ല അതല്ലേ പറഞ്ഞത്. എന്താ വല്ല പ്രധാനമന്ത്രി വിളിക്കാതിരിക്കുന്നോ നിങ്ങള്? ചിലപ്പോ പ്രധാനമന്ത്രിയൊക്കെ എന്നെ വിളിച്ചെന്നിരിക്കും. ഓ ആ ആമി
നീ അങ്ങനെ ഈ ഫോൺ എടുത്ത് കളിച്ചോ? ഞാൻ ഒന്നും എടുത്ത് കളിച്ചിട്ടില്ല അപ്പൂപ്പ. കണ്ണം കളിച്ചോടാ മക്കളെ. ഞാൻ എന്തിനു കളിക്കണ? ഞാൻ കളിച്ചിട്ടില്ല. അപ്പൂപ്പ ഇതിൽ ഒരു കോളും വന്നിട്ടില്ല. ലാസ്റ്റ് കോള് വന്ന കൃഷി ഓഫീസിൽ നിന്നാ. എടാ ബെല്ല് വന്ന ഞാൻ കേട്ടതല്ലേ മോളെ. അപ്പൊ നമ്മളും കേട്ട്. ആ എന്നാ പിന്നെ ആരെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരിക്കും. എന്തിനു ഡിലീറ്റ് ചെയ്യണോ ആരെങ്കിലും ഒക്കെ അപ്പൂപ്പന്റെ ഫോൺ എടുത്ത്? ചിറ്റപ്പനോ ശമ്പുച്ചോട്ടനോ ആരെങ്കിലും ഡിലീറ്റ് ചെയ്തതായി. അതിന് ചിറ്റപ്പനോ ശമ്പുച്ചേട്ടനൊക്കെ എന്റെ ഫോൺ എടുത്ത് ഡിലീറ്റ് ചെയ്യണേ? തെളിവ് നശിപ്പിക്കാനായിരിക്കും. എന്ത് തെളിവ് നശിപ്പിക്കാൻ? അല്ല പുപ്പ, ഈ വീട്ടില് നല്ല സ്വഭാവമുള്ള എനിക്ക് മാത്രല്ലേ ഉള്ളൂ. അയ്യോ പിന്നെ ഒളിഞ്ഞിന്നേക്കുന്നല്ലേ നല്ല സ്വഭാവം. കണ്ണാ നീ കൊറേ നേരം അവിടെ മിണ്ടായിരുന്നോ? ഇങ്ങട്. തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൂപ്പ ഞാൻ പറയട്ടോ, ആ. കോള് വന്നത് നമ്മളെല്ലാരും കേട്ടതാണ്. ആ. ആണല്ലോ. ഇപ്പൊ നോക്കുമ്പോ കാണുന്നുമില്ല. അപ്പൊ എന്തുവാ ശരിക്കും? എന്താ? ആരോ ഡിലീറ്റ് ചെയ്തത് തന്നെ. അത് ഞാൻ കണ്ടുപിടിക്കും. ഏത് കള്ളനായാലും കള്ളിയായാലും. എന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ എന്തിനാ നോക്കുന്നേ? പിന്നെ നിന്നെ നോക്കാതെ ചെവിയും കേട്ടുവിടാതെ നിന്നോളും. ചിറ്റപ്പ, ചിറ്റപ്പന്റെ ശരിക്കുള്ള പ്ലാൻ എന്തുവാ? എന്റെ ശരിക്കുള്ള പ്ലാൻ അല്ലേ? നമ്മൾ നേരെ മാട്രിമോണി ഓഫീസിലേക്ക് പോകുന്നു. എന്നിട്ട് അച്ഛൻ പറഞ്ഞിട്ട് വന്നേന്ന് പറയുന്നു. ആരുടെ അച്ഛൻ? എടാ നിന്റെ അപ്പൂപ്പൻ. എന്റെ പൂവൻ. ആ, ചിറ്റപ്പന്റെ എന്റെ അച്ഛൻ. അതാണ് അച്ഛൻ പറഞ്ഞിട്ട് വന്നേന്ന് പറയുന്നു. എന്നിട്ട് അവരെനിക്ക് വാട്സാപ്പിൽ ഒരു പെങ്കൊച്ചിന് ഡീറ്റെയിൽസ് അയച്ചില്ലേ, അത് അവരെ കാണിക്കുന്നു. എന്നിട്ട് അവര് പറഞ്ഞതനുസരിച്ച് അത്യാവശ്യം നല്ലൊരു കൊച്ചാണത്. അല്ല, എന്തായാലും നമ്മൾ ഇത്രയും വന്ന സ്ഥിതിക്ക് ഇത് വേണോ ഇനി? എടാ അച്ഛന്റെ കെയർ ഓഫ് വഴി വന്നേല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, എണ്ണിരിപ്പോ. അപ്പൊ ഞാൻ ഇല്ലടാ ഇവിടെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ ഇതൊക്കെ നേരെ ഇടണോ? വെറുതെ ഇരിക്കല്ലേ, പിള്ളേർ പണിയെടുക്കട്ടെ. ഞാൻ പുറത്തോട്ട് പോവാ. ഞങ്ങള് മാട്രിമോണി ഓഫീസിൽ പോണു. മാർട്ടിബോണി എന്റെ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ച് 10ാം ക്ലാസ്സിൽ പഠിച്ചതാ. മാർട്ടിബോണി, അവന്റെ അച്ഛന്റെ പേര് മോൻസി ബോണി, അമ്മയുടെ പേര് നാൻസി ബോണി. മോണി അവർ പുതിയൊരു ഓഫീസോടെ അങ്ങോട്ട് പോകുന്നു. അവൻ അച്ഛൻ കേട്ടിട്ടില്ലേ? മാർട്ടി മോണി ഏജൻസീസ്. ഭയങ്കര കിടല ഏജൻസീസ് ആണത്. എന്തിന്റെ ഏജൻസീസ് ആണ്? എന്തിന്റെ ഏജൻസി? എന്റെ ചേട്ടാ, അവര് ഉപ്പുപോട്ട് കർപ്പൂരം വരെ ഉണ്ട്. ഭയങ്കര വലിയ ഏജൻസി അത്. അവിടെ എന്തിനു പോണ്? കർപ്പൂരം വാങ്ങിക്കേ. കർപ്പൂരം കുറച്ച് സംഭവം ഉണ്ട്. ചേട്ടാ എന്നിട്ട് എന്നെ അടിക്കുന്ന എന്തിനാണ്? ഇപ്പൊ എങ്ങനെ പറഞ്ഞാൽ കാണും നീയാണ്. എന്റെ ചേട്ടാ, എന്റെ കൂട്ടുകാരൻ ഒരു പുതിയ ഏജൻസി തുടങ്ങി. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അല്ല വേറെ അങ്ങ് പോകുന്നില്ല. മൾട്ടിബോണി ഏജൻസി. നീ അച്ഛന്റെ ഫോൺ എടുത്തായിരുന്നു? ഇല്ല. അങ്ങനെ അറിയാം എടുത്തായില്ലേ? അല്ല, ഞാൻ ചിറ്റപ്പനോടുണ്ടല്ലേ, ചിറ്റപ്പ എടുത്തിട്ടില്ല. ഇല്ലല്ലേ? അച്ഛന്റെ ഫോണൊക്കെ എടുത്ത് എന്തിനാ കഴിക്കുന്നത്? അച്ഛനൊരു കോള് വന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും മിസ് കോള് കണ്ടില്ല. അത് അച്ഛന് തോന്നിയതായിരിക്കും. തോന്നിയതാ? 3 പേർക്ക് ഒരുപോലെ തോന്നുന്നു. 3 പേര്? അതായത് 3 പേര് ആമയെ കണ്ട അച്ഛൻ. എന്റെ ചേട്ടാ, ഒരാളെ പോലെ 9 പേരില്ലേ? അപ്പം 3 പേര് ഒരുപോലെ കേട്ടതൊക്കെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. നീ എവിടെ പോണേ? ചിറ്റപ്പൻ്റെ കൂടെ ഉണ്ടേ. അല്ല, വേറെ എവിടെയും പോണില്ലല്ലോ. ചെത്തിരി ചിറ്റപ്പൻ്റെ കൂടെ പൊക്കോട്ടെന്ന് വിചാരിച്ചു. എന്റെ കൂടെയാണ് പോണേ. സൂക്ഷിച്ചു വേണം. ഓ, അതെന്താ ചേട്ടാ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, വാ. അതെന്താ അങ്ങനെ ടോക്ക്? അങ്ങനെ ടോക്കണ്ട, വാ. പൊക്കോളാച്ചാ, ഒന്നുമില്ല. അതല്ലേ അതന്നെ പറഞ്ഞെന്ന ഓർമ്മ ഉണ്ടല്ലേ? കുളമാക്കരുത്, കുളമാക്കരുതെന്ന്. എടാ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കുന്നു വേണ്ട. അല്ല, എന്നാലും എനിക്കൊരു പെടി ഞാൻ എഴുതി തരട്ടോ ഇത്. എടാ ശംഭു, എന്താ പിള്ളേർ പരീക്ഷാർക്ക് കിടന്നതിന് വേണ്ടി കലവില പഠിച്ചിട്ട് കയറത്തില്ലേ? അങ്ങനെ പോലും പഠിക്കാത്തതാണ് സുമേഷ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. വാ. നീ കളിയാക്കാൻ ഞാൻ വരുന്നില്ല. ഇതിപ്പോ കളിയാക്കിയല്ലോ, ഒരു ജനറൽ സയൻസ് പറഞ്ഞത്. ഇനി നീ ജനറൽ സയൻസ് പറഞ്ഞ ജലന്റെ അട വെച്ച് നിന്റെ തല അടക്കി ഞാൻ. അങ്ങനെ അടക്കേണ്ട ഓർമ്മയുണ്ടല്ലോ. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ചിറ്റപ്പന്റെ പേരെന്തുവാ? സുമേഷ്. അതറിയാലേ? എവിടെ നിന്നാണ് വരുന്നത്? ജംഗ്ഷനിൽ നിന്ന്. ജംഗ്ഷനിലാണ് നമ്മളെ വീട്. വീട് പറയണ്ടേ എവിടെ നിന്നാണ് വരുന്നത്? ചോദിക്കുമ്പോൾ പറഞ്ഞാ പോരെ? എനിക്കറിയാം. കൂടെ പഠിപ്പിക്കൊന്നും വേണ്ട. ഇത് തന്നെ. മേഡം മാട്രിമോണി അവിടെ. നമസ്കാരം സാർ. കുട്ടി അച്ഛനെ വിളിച്ചായിരുന്നു? ഞാൻ ആരുടെ അച്ഛനെ വിളിച്ചിട്ടില്ലല്ലോ. അയ്യോ, അങ്ങനല്ല ചേച്ചി, ചിറ്റപ്പന്റെ അച്ഛനാ. മറ്റേ മാട്രിമോണി കോൾ. ഓ, മാട്രിമോണിന്ന് വിളിച്ചിരുന്നു. സാറിന്റെ പേരൊന്ന് പറയാവോ? കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി, വെറൈറ്റി പേരാണല്ലോ.
അല്ല സാറിനെ പോലെ ഇത്ര യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാധാരണ ഇങ്ങനെ പേര് കേട്ടിട്ടില്ല. അയ്യോ അത് എന്റെ അച്ഛന്റെ പേരാണ് കുഞ്ഞുണ്ണി. ഓക്കെ, കുഞ്ഞുണ്ണി. ഓ കുഞ്ഞുണ്ണി സാറ്. ഓക്കെ, അപ്പൊ സാറാണോ എനിക്ക് മെസ്സേജ് അയക്കുന്നത് വാട്സാപ്പില്? അതെ, രാത്രി മറ്റേ കണ്ണില് ലൗച്ചിനിട്ട്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഫോം ഫില്ലാക്കാനുണ്ട്. പേരെന്താ? എന്റെ പേരോ സൂര്യ. എന്റെ പേര് സുമേഷ്. 2 സു ആണല്ലോ. ശംഭു. ഷായ. ഷായ. അതെ അതെ, ഫില്ലാക്കി തരാവോ? പെൻ ഉണ്ടോ? പെൻ എടുത്തു. ഇംഗ്ലീഷ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നത്തിങ് എൽസ്, നത്തിങ് ഹാപ്പൻഡ്. എവിടെ വീട്? അല്ല കരിങ്ങാച്ചറയില്ലേ? അല്ല വീട് ശരി. കുട്ടിയുടെ വീടാ ചോദിച്ചേ? എന്റെയോ? എന്റെ ആണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാ വീട്. അടുത്ത് തന്നെ അല്ലേ? നമ്മളെ വീട് കരിങ്ങാച്ചറ. നമ്മുടെ വീട് കരിങ്ങാച്ചറ. സ്പെല്ലിംഗ് ആയിട്ടല്ലേ? ശരി. മാരീഡാ? ഇല്ല, മാരീഡ് അല്ല സർ. അല്ല 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 അല്ല. കുഞ്ഞുണ്ണി സെർച്ച് ചെയ്ത് കിട്ടിയായിരുന്നു? കിട്ടിയായിരുന്നു. കുറച്ച് ഡീറ്റെയിൽസ് ഫില്ലാക്കാനുണ്ട്. ഓക്കെ. അത് ഞാനൊരു കാര്യം പറഞ്ഞ ഒന്ന് വിചാരിക്കില്ലേ? എന്തുപറ്റി? ഈ എനിക്ക് വാട്സപ്പ് അയച്ചു തന്നൊരു കൊച്ചിന്റെ ഫോട്ടോ ഇല്ലേ? അയച്ചു തന്നായിരുന്നു. ഒരു കുട്ടി? കുട്ടി, അതെ അതെ അതെ. ആ കുട്ടിയെക്കാട്ടിയും കൊള്ളാം ഈ കുട്ടി. അപ്പൊ ഇത് ഫില്ല് ചെയ്യാതിരുന്ന കുഴപ്പമില്ലല്ലോ അല്ലേ? ആക്ച്വലി താങ്ക് യു സർ, പക്ഷെ എനിക്ക് വേറെ ആളുണ്ട്, അതുകൊണ്ട് അത് ഫില്ല് ചെയ്തോളൂ. ചെയ്യണ്ടേ? ചെയ്യണ്ടേ? ചെയ്യണം. പൈസയൊക്കെ എഴുതി വെക്ക്. വേറൊരു കാര്യം പറഞ്ഞ ഒന്ന് വിചാരിക്കില്ലേ? എന്തുപറ്റി സർ? വാട്സപ്പിൽ ഒരു കൊച്ചിന്റെ ഫോട്ടോ വെച്ചെന്നില്ലായിരുന്നു? തന്നായിരുന്നു. ആ കൊച്ചിന്റെ ഏഴെടുത്ത് പോലും ഇയാൾ വരത്തില്ല. അത്യാവശ്യം നല്ല കാണാൻ സുന്ദരിയാണ്. സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ മോഹിനിയായിരിക്കണം, മഞ്ഞുപോലിരിക്കണം. അയ്യോ അങ്ങനെയല്ല ഉദ്ദേശിച്ച, മഞ്ഞുപോലിരിക്കണം. വെളുത്തിട്ട് അതൊരു പ്രശസ്തമായ ഒരാള് പറഞ്ഞിട്ടുണ്ട്, മോഹിനിയാട്ടം നർത്തകി, നെറ്റിയിൽ പൊട്ടൊക്കെ ഉള്ള. ഞാൻ കേട്ടിട്ടില്ലല്ലേ? നീ കേട്ടിട്ടില്ല? അത് ഫില്ല് ചെയ്ത് കൊടുത്തു. അതെ, താൻ എൻ്റെ ക്ലയന്റ് ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ മറുപടി പറയുന്നില്ല. മറുപടി പറയാൻ എന്തും ചെയ്യും? മറുപടി ഒന്നുമില്ല. മറുപടി ഇത് മോനെ വേഗം ഫില്ലാക്കി തന്നെ. ഒപ്പിട്. മറ്റേ സാധനം ഇല്ലേ കിട്ടും? അപ്പൊ ഒപ്പിടാനും അറിയില്ലേ? ഒപ്പക്കിട അറിയാം. ഇട്. ഓക്കെ, വിളിക്കാം. അച്ഛനോട് പറഞ്ഞാൽ മതിയേ. പേന എവിടുത്തായിരുന്നു? ശരി. ഓക്കെ, താങ്ക് യു. ജാടകടാ പെമ്പിളാർക്ക് കാണാൻ കൊള്ളത്തില്ല. പിങ്കി കുറച്ച് കുരു ആണോ? ഞാൻ അരിച്ചില്ലായിരുന്നു. കുറച്ചൊക്കെ ഫൈബർ ചെന്നോട്ടേ എന്ന് വിചാരിച്ചു. നല്ല മധുരം. കോള് വരുന്നുണ്ട്. നിങ്ങൾ ഈ ഫോണും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണോ? ആരെങ്കിലും വിളിച്ചാൽ അറിയണ്ടേ? ആഹാ, അത് കണ്ടോടി, എന്നെ ഉദ്ദേശിച്ച് പറയുന്നതാ. കട്ടായല്ലോ. ഞാൻ കാരണമാണ് ഇത് കട്ടായത്. ദൈവമേ, ഒന്ന് മിണ്ടായിരിക്കോ? അല്ല അച്ഛനെ നേരത്തെ വിളിച്ച ആരാന്ന് കണ്ടുപിടിച്ചോ? ഇല്ലെന്നേ. ചുമാരി ശങ്കുണ്ണി ചേട്ടൻ വിളിക്കുന്നത്. ഹലോ, ചേട്ടാ. ഇല്ല, ഞാൻ വീട്ടില. അത്യാവശ്യമോ? ഞാൻ ഇറങ്ങാം. ഇല്ല, അത് വേറെ കോള് വന്ന് നോക്കിയത്. അത് ഞാൻ കേട്ടു. ഓ ശരി. ശങ്കുണ്ണി ചേട്ടൻ എന്തിനാ നിങ്ങളിപ്പോ വിളിച്ചേ? അത് അത്യാവശ്യമായിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞതാ. ഒരു കോള് വരുന്നത്. ഹലോ, അതെ കുഞ്ഞുണ്ണിയാണ്. മാട്രിമോണി ഓഫീസിൽ നിന്നോ? അതെ സുമേഷ് മകനാണ്. ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. അപ്പൊ നിങ്ങളാണോ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചത്? ഓ അത് ശരി. എന്നിട്ട് അവിടെ വന്നോ കൊച്ചി ഇറക്കനെ കൊണ്ട്? അയ്യോ സോറി കേട്ടോ, അവനെ നല്ല സുഖമില്ലാത്ത ചെറുക്കന, അതുകൊണ്ടാ. സുഖമില്ലാത്ത സോറി കേട്ടോ. ഓക്കെ ശരി. ആരാ സുഖമില്ലാത്ത ചെറുക്കൻ? ആരാന്ന് നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ അത് ഉത്തമനോട് പറഞ്ഞോളാം. അതെന്നെ പോക്ക് പറഞ്ഞിട്ട് പോ മനുഷ്യ. നിന്നോട് പറയാൻ സമയമില്ല, എനിക്ക് ശങ്കുണ്ണി ചേട്ടൻ വിളിച്ച് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞില്ലേ? ചേട്ടൻ വെയിറ്റ് ചെയ്തോളൂ പറഞ്ഞിട്ട് പോ. അത് ഞാൻ നോക്കിക്കോളാം. ഈ പണിയെല്ലാം കൂടെ തിരിഞ്ഞ് എന്റെ തലയിൽ വരുമെന്നാണ് എനിക്ക് പേടി. ഇപ്പൊ എനിക്ക് തലയില്ലായിരിക്കും. ചിലപ്പോ ചിറ്റപ്പന്റെ തല കണക്കാണ് എന്റെ തല. ചിറ്റപ്പൻ അടിയും വഴക്കം കൊണ്ട് ശീലമുണ്ട്, എനിക്കതില്ല. എടാ നീ ഒറ്റ ഒരുത്തനാണ് എല്ലാത്തിനും കാരണം. ശംഭു ഞാനാണ് പറഞ്ഞ ഫോൺ എടുക്കാൻ, ഞാനാണ് ചിറ്റപ്പൻ പറഞ്ഞ ഫോൺ എടുക്കാൻ. നശിച്ച നേരത്താന്നോ ഫോൺ എടുക്കാൻ തോന്നുന്നു. എന്നാൽ നീ നിർബന്ധിച്ചാണ് ഞാൻ ഫോൺ എടുത്തത്. അതൊന്നുമില്ല, ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എല്ലാത്തിനും കാരണം നീ തന്നെ. പിന്നെ ചിറ്റപ്പനാണ് എല്ലാത്തിനും.
മണി പോലെ പറഞ്ഞു. എന്താണ് അവിടെ നടന്നത്? ഇല്ല ഇല്ലെങ്കിലും എന്ത്? അല്ല എന്താണ് അവിടെ നടന്ന? ഞാൻ പറയാ അപ്പൂപ്പന്റെ ഫോൺ എടുത്തില്ലേ, അത് ഞങ്ങൾ തന്നെ, സോറി. എന്നിട്ടാ ഡിലീറ്റ് ചെയ്ത് എന്തിനാണ്? കോൾ ഡിലീറ്റ് ചെയ്ത് കൗതുകം കൂടി അല്ല. അത് ഞാനല്ല, അത് ചീറ്റപ്പന, ഫുൾ ചീറ്റപ്പനായിരുന്നു. അവള് വല്ല കേസ് കൊടുത്ത രണ്ടുപേരും കൂടെ അകത്ത് പോയി കിടക്കേണ്ടി വരും. ചേട്ടാ ഞാനും വേണ്ടി ഞാനൊന്നും ചെയ്തില്ലെന്ന്. ചേട്ടാ അതിനു വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. മാപ്പ് വിളിച്ചു പറയടാ. മാപ്പ് ഞാൻ വിളിച്ചു. ഈ ചീറ്റപ്പ ചേച്ചി നല്ല രീതിയിൽ കളിയാക്കി. ചേട്ടാ ഞാൻ ചെറുതായിട്ടൊന്ന് വിളിച്ച് മാപ്പ് പറയാ. ആ പറയാം. ഇറങ്ങി രണ്ടുപേരും സാധനങ്ങളൊക്കെ എടുത്ത് വെളി ഇറങ്ങി. വെളി കിടന്നാൽ മതി രണ്ടുപേരും. വിളിച്ച് മാപ്പ് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിയാൽ മതി. നീ വെളി ഇറങ്ങി. പിന്നെ പഠിക്കാനുള്ള കൂടെ അല്ല ഞാൻ സോറി പറഞ്ഞില്ല അച്ഛാ. ചേട്ടാ ഞാൻ വെളിയിറങ്ങിട്ട് അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെളി ഇറങ്ങുമ്പോ ചേട്ടാ ഞാൻ എന്ത് ചെയ്യാൻ പുറത്തിറങ്ങിട്ട് ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ? നീ പുറത്തിറങ്ങിയിട്ട് നീ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണം. ഇപ്പം പഠിക്കുന്നുണ്ടോ നീ നോക്കണം. ചേട്ടാ എനിക്ക് ഗ്രാമർ അറിയത്തില്ല, സ്പെല്ലിംഗ് അറിയത്തില്ല ഗ്രാമറിന്റെ. പോവാം ചേട്ടാ പോക്കോളാം. പെട്ടെന്ന് 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 വാ. നമസ്കാരം സാർ. സാർ ഞാൻ ഹാപ്പി മൊമെന്റ്സ് മാട്രിമോണിയിൽ നിന്ന് വരികയാണ്. ഹാപ്പി മൊമെന്റ്സ് ഈവന്റ് മാനേജ്മെന്റ് സിസ്റ്റം വരികയാണ്. ആ സാർ, ഞങ്ങളുടെ ഡാറ്റ പ്രകാരം ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഉടനെ തന്നെ. ഇവിടെ ഒന്നും നടക്കുന്നില്ല. കല്യാണം ഉണ്ട്. ആ കണ്ടോ സാർ, മാട്രിമോണി വഴി ഇവിടുത്തെ ഒരു പയ്യന് പെണ്ണ് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെ വന്നതാണ്. ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല, നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വിളിക്കാം. സാർ അങ്ങനെ പറയരുത്, എൻ്റെ കയ്യിൽ ഒരുപാട് പാക്കേജുകളുണ്ട്, ഒന്ന് കേൾക്കണം. ഇല്ല സമയം വെറുതെ സമയങ്ങളുണ്ടോ? എളുപ്പക്കോ അച്ഛാ ചേട്ടാ പറയട്ടെ, നല്ല അടിപൊളി പാക്കേജ് ഒക്കെ ഉണ്ടെങ്കിലോ? അടിപൊളി പാക്കേജുകളുണ്ടെന്ന് സാർ. 5000 രൂപയുടെ മുതൽ 5 ലക്ഷം രൂപയുടെ വരെ പാക്കേജുകളുണ്ട്. 5000 രൂപയുടെ പാക്കേജ് സാർ? 5000 രൂപയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ പെണ്ണും ചെറുക്കനും അങ്ങോട്ടും ഇവിടെ ഒരു മാല ഇടുന്നു, ബന്ധുക്കൾക്ക് ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റും, പിന്നെ ഒരു ഫോട്ടോ. ശുഭം. അയ്യ അത് വേണ്ട, വേറെ ഏതെങ്കിലും പാക്കേജ് ഉണ്ടോ? ആ സാറിന്റെ ബഡ്ജറ്റ് ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ഇല്ല ഇപ്പൊ നോക്കുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാം. അല്ല സാറേ, മീഡിയം ലെവൽ പാക്കേജ് ഉണ്ട്, അതായിരിക്കും ചിലപ്പോൾ സാറിന് കൂടുതൽ പറ്റുന്നത്. അതാകുമ്പോൾ ഒരു 500 പേര്, ഒരു 2 പായസമുള്ളൊരു സദ്യ, ഒരു വീഡിയോ, 2 ക്യാമറ. അത് കൊള്ളാം കേട്ടോ. അതിന് എത്ര രൂപ? 1 ലക്ഷം രൂപ. ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ വിളിക്കാം കേട്ടോ. ഇപ്പം തൽക്കാലം കുറച്ച് തിരക്കാണ് സാർ. പോയിട്ട് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമോ അങ്ങനെയാണെങ്കിൽ? മകള് പോയി വെള്ളം എടുത്തിട്ട് സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ. ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ബെല്ലടിച്ച ആരാന്ന് നോക്കാൻ വന്ന. ഇതാരാണ് സാർ? അത് അനീതി. ആ നമസ്കാരം മാഡം. നമസ്കാരം. ആ മാഡം, പ്രഗ്നൻസിയുടെ 5ാം മാസം മുതൽ കുട്ടിയുടെ 5ാമത്തെ ബർത്ത്ഡേ വരെയുള്ള ഈവൻറ്റ്സ് ഞങ്ങൾ മാനേജ് ചെയ്യും മാഡം. ഓ ഇവന്റ് മാനേജ്മെന്റ് ആരാ? അതെ. അടിപൊളി. മാഡത്തിന്റെ ഈ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമാക്കി മാറ്റാൻ മാഡത്തിന് ആഗ്രഹമില്ലേ? പിന്നില്ലേ ചേട്ടാ, അങ്ങനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാക്കി മാറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹാപ്പി മാനേജ്മെന്റിനെ ഏൽപ്പിക്കുക. ആ ഹാപ്പി മാനേജ്മെന്റ് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം ബില്ല് കാണുമ്പം. ഓ അങ്ങനെയൊന്നുമില്ല സാർ, നമുക്ക് എന്ത് ഡിസ്കൗണ്ട് വേണമെങ്കിലും ചെയ്യാം സാർ. അത് ഈവന്റ് ഒന്ന് തന്നായിരുന്നെങ്കിൽ. ഡിസ്കൗണ്ട് ചെയ്യാന്ന്? എങ്ങനെയാ നിങ്ങളുടെ പാക്കേജ് ഒക്കെ എങ്ങനെയാ വരുന്നത്? മാഡം ഒരുപാട് പാക്കേജുകളുണ്ട്. 5000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ. ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു. ചേട്ടാ നിക്ക് കേക്കണ്ടേ? നീ കേട്ടോ മാഡം സാറിനോട് ഒന്ന് സംസാരിക്കൂ. അത് ഞാൻ സംസാരിച്ച് ശരിയാക്കാം. കഴിക്കാൻ പറ്റിയതാ? അത് പിന്നെ ഇവന്റിന് പോയതായിരിക്കും അല്ലേ? അയ്യോ അല്ല മാഡം, ബൈക്കിൽ നിന്ന് വീണതാ. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്, എനിക്കറിയാം. ഇവിടെ ഇരിക്കും കേട്ടോ, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഓക്കെ. ചേട്ടാ ചേട്ടാ ഒന്ന് വാ ചേട്ടാ. അതൊക്കെ വലിയ കാശ് പോകുന്ന പരിപാടിയാണ്, നീ ചുമ്മാ ഏരിയ അവിടെ. ചേട്ടാ ഇതൊക്കെയല്ലേ ചേട്ടാ ഒരു രസം. പിന്നെ ആ ചെറുക്കനെ കണ്ടാ അറിയാം, ഒരു പാവം പയ്യൻ. വാ. നമ്മുടെ സുമേഷിനെ കണ്ടാൽ പാവം പോലെ തോന്നൂലേ? അവന്റെ കയ്യിരിപ്പ് അങ്ങനെ ഉണ്ട്. ചേട്ടാ എന്തുവാ ചേട്ടാ? ആരാ വന്നേ? പിള്ളേർ പറഞ്ഞ ആരാണ്ടോ വന്നെന്ന്? ഇവന്റ് മാനേജ്മെന്റ് ആര്? ഇവന്റെയോ? ഇവന്റ്. എന്തിനാ അവരിങ്ങോട്ട് വന്നേ? അമ്മ സുമേഷും ശംഭുവും കൂടെ ഒപ്പിച്ചോണ്ട് വന്ന പണിയത്. സുമേഷും ശംഭുവും കൂടെ ഇപ്പൊ ഒരു മാട്രിമോണിയൽ ഓഫീസിൽ പോയില്ലായിരുന്നാ? അവരും ഈ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് ടൈപ്പാണ്. ഓ അമ്മേ, ഇവൻ അവിടെ ചെന്നിട്ടേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ കല്യാണം നടക്കുന്നുണ്ടെന്ന്. അപ്പൊ അത് ക്യാൻവാസ് ചെയ്യാൻ വന്നതാണ്. അതിന് ഇവരെന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നേ? ചേട്ടനും ആ ചെറുക്കനും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ ബെല്ലടി കേട്ട് വെളിയിലോട്ട് ചെന്നപ്പോ എന്നെ കണ്ടു.
എന്നെ കണ്ടപ്പോ ആ ചെറുക്കൻ പറഞ്ഞു കല്യാണം എന്തായാലും പെട്ടെന്ന് നടക്കത്തില്ലല്ലോ. അപ്പൊ അവൻ പറഞ്ഞു ഈ ഡെലിവറി, കൊച്ചിന്റെ പേരിടിയില്, ബർത്ത്ഡേ, അങ്ങനെ ഏതാണ്ടൊക്കെയോ എല്ലാത്തിന്റെ ഇവന്റ് ചെയ്തു തരാന്ന്. അത് നല്ല കാര്യമല്ലേ? അല്ലേ? നമുക്ക് നല്ല ഭംഗിക്ക് ചെയ്യാലോ. നല്ല ഭംഗിക്കൊക്കെ ചെയ്യാൻ പറ്റും. അവസാനം അറിയാം പൈസ വരുമ്പോഴത്തേക്ക്. കണ്ടോ എന്ത് പൈസ വരുമ്പം? ഒന്നുമില്ല, അവർക്ക് നല്ല ഡിസ്കൗണ്ട് ചെയ്ത് തരത്തില്ലേ? ഡിസ്കൗണ്ട് ചെയ്ത് തരാന്ന് ആ ചെറുക്കൻ പറഞ്ഞു അമ്മേ. അപ്പൊ പിന്നെ അങ്ങ് ചെയ്യടാ. അമ്മ ചുമ്മാ ഇരിക്കണം അമ്മ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടാതെ. എന്റെ പൊന്നെ ഏട്ടാ, ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇവന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു രസമല്ലേ, മെമ്മറിയാ. പുള്ളി പറഞ്ഞ കേട്ടില്ലേ, നമുക്ക് ജീവിതകാലം മൊത്തം ഇങ്ങനെ ആലോചിച്ച് വെക്കാൻ പറ്റും. നല്ല രസമായിരിക്കും. ചൂടോടുകൂടി കയ്യിൽ ഒഴിച്ച് എന്നിട്ട് കുടിക്കുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ഇച്ചിരി ചൂടൊക്കെ ആയിക്കോട്ടെ, സാരമില്ല. നീ അങ്ങോട്ട് ഊതിയാ മതി, അപ്പൊ തണുത്തോളൂ. നീ വാടി, ഞാൻ അവരെ വിളിച്ചു പറയാം. വാ. പോടാ. ചൂടല്ലേ. ഇതാണ് ആ ഇവന്റിലെ പയ്യൻ, ഇത് അമ്മ. നമസ്കാരം അമ്മേ. എന്താ തീരുമാനമായോ പാക്കേജ് എടുക്കുന്ന കാര്യം? അയ്യോ, നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാരോടും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാന്ന് നോക്കി പറയാം. അമ്മ തീരുമാനങ്ങളൊക്കെ എടുക്കണേ. പയ്യ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഇതിപ്പോ ഏതാ മാസം? ഇത് മാർച്ചല്ലേടി? മാർച്ച്. അയ്യോ അതല്ല, മേഡത്തിന് മാസം. ഓ, എനിക്ക് 8 മാസമായി. 8 മാസം എന്ന് പറയുമ്പോ ഇനിയിപ്പോ കുഞ്ഞ് ജനിച്ച് അതിന്റെ നൂല് കെട്ട്, ചോറൂണ്, ബർത്ത്ഡേ എല്ലാം കൂടെ ചേർത്ത് ഒരു കിടിലൻ പാക്കേജ് ഉണ്ട്. ആണോ? ഈ വലിയ വലിയ സിനിമാടിമാരൊക്കെ ഈ പാക്കേജ് എടുക്കാറ്. പാക്കേജ് എന്നൊക്കെ പറയുമ്പം ഏകദേശം എത്ര ആവുമായിരിക്കും? അതിപ്പോ ഫസ്റ്റ് ബർത്ത്ഡേ വരെ എല്ലാ ഫംഗ്ഷനിലൂടെ ചേർത്ത് നോക്കിയാൽ ഒരു 75,000 നമുക്ക് പിടിക്കാം. 75,000 ഉള്ളൂ? 75,000 രൂപയോ? കൂടുതലാണോ? കൂടുതലല്ലേ? 75,000 രൂപയോ? അയ്യോ മാഡം, ഈ ഓരോ ഫംഗ്ഷനും നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുകയാണെന്ന് ആലോചിച്ച് നോക്ക്. നൂല് കെട്ട് എത്ര രൂപയാവും? ചോറൂണ് ആരെയൊക്കെ വിളിക്കണം? ഒരുപാട് പൈസയാ, വിചാരിക്കുന്ന പോലെയല്ല. ഇതാ ലാഭം. അപ്പൊ ഈ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? മതി. ആദ്യത്തെ ഒരു 40% അഡ്വാൻസ് ആയിട്ട് തന്നാ മതി, ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുക. ഇതൊക്കെ എന്റെ റിസ്കിലാണേ. അപ്പോഴേ ഞങ്ങൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാം. മാഡം, വലിയ വലിയ സിനിമാടിമാരൊക്കെ ഈ പാക്കേജാണ് എടുക്കുന്നത്. മനസ്സിലായി. അപ്പൊ ആലോചിച്ചിട്ട് മതി. എന്നാ എന്റെ കാർഡ് തരട്ടെ. ഹലോ പെങ്ങളെ, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല. അല്ല, ഞാൻ സോറി പറയാം പെങ്ങടുത്ത് വന്ന്. അങ്ങോട്ട് വരാം. പെങ്ങളെ, ദൈവത്തെ ഓർത്ത് കാമുകനെ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടരുത്. അല്ല, എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റല്ലേ, പെങ്ങളൊന്ന് ക്ഷമിക്കണം. അയ്യോ, കളിയാക്കിയതല്ല, സത്യമായിട്ടും കളിയാക്കിയല്ല, ദൈവത്തിനാണ് കളിയാക്കിയതല്ല. അന്നേരത്തെ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ പെങ്ങളെ. സോറി, ഒന്ന് ക്ഷമിക്കണേ. ശരി, ഓക്കെ, ശരി. സോറിയൊക്കെ പറയൂലെന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ പറയൂലെന്ന് ആരൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ? എടാ, ഇതെന്റെ അടവല്ലേ? അടവായിരുന്നോ? ഇവിടെ ചേട്ടത്തിയും ഭയങ്കര അമ്മയൊക്കെ ഇല്ലേ, ഇവിടെ ഒരു സീനുണ്ടാ, എനിക്ക് നാണക്കേടല്ലേ? അത് ശരിയാണ്. പേടിച്ച് മുഖമൊക്കെ വിളറി പോയിരിക്കുന്നു. വിളറിയിരിക്കുന്നു പേടിച്ച്. എന്റെ പേടിച്ച് മുഖം വിളറിയൊന്നുമില്ല. നീ എന്റെ സോങ് കണ്ട നീ ഇറങ്ങിപ്പോ, അവിടെ കാത്തണം പോയി. പോ. ഞാൻ പോണം. ഞാൻ പോയേക്കാം. അല്ല ചിറ്റപ്പാ, ചിറ്റപ്പൻ എല്ലാരും തുരുമ്പ് ചിറ്റപ്പനെന്നല്ലേ വിളിക്കുന്നത്. നമ്മക്കേ പേടിത്തോണ്ട ചിറ്റപ്പനെന്നാക്കിയില്ല. ചിറ്റപ്പൻ തല കൊട്ടി പോകും.